പിന്നീട് രണ്ടാം ഊഴത്തെക്കുറിച്ച് സംസാരിച്ചില്ല. എംടി നൽകിയ പിരിമുറുക്കങ്ങൾ പറഞ്ഞ് മോഹൻലാൽ. ഓരോ മനുഷ്യനും ഒരർത്ഥത്തിൽ ഏകാന്തപതികനാണ്. ആൾക്കൂട്ടത്തിൽ തനിച്ചായവരുടെ കഥകൾ പറഞ്ഞ് അത്രയും ഏകാന്തമായാണ് എംടി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. IV ശശി ചിത്രത്തിലൂടെയാണ് എന്റെ എംടി ബന്ധം. അത്രയും സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചൊരാളാണ് കടന്നു പോകുന്നത്. ആൾക്കൂട്ടത്തിൽ തനിയെ, അനുബന്ധം, പഞ്ചാഗ്നി, ഉയരങ്ങളിൽ, സതയം, താഴ്വാരം തുടങ്ങി തിരയിളക്കങ്ങളിൽ എന്റെ ചുവടുറപ്പിച്ച കഥാപാത്രങ്ങൾ പലതും എംടി സമ്മാനിച്ചതാണ്. ഉയരങ്ങളിലെ രാജനായി അദ്ദേഹം നിർദ്ദേശിച്ചത് എന്റെ പേരാണ്. പുറമെ സൗമ്യമായി പെരുമാറുമ്പോഴും വില്ലനിസം മനസ്സിൽ സൂക്ഷിക്കുന്നൊരാൾ. ക്രൂരതയുടെ ചുടുചോരയിൽ കുളിച്ച പ്രതിനായകനായിരിക്കുമ്പോഴും പ്രേക്ഷക പ്രീതി ഒരു കാന്തം പോലെ കഥാപാത്രത്തിലേക്ക് ഒട്ടി നിന്നാലേ അത്തരം കഥാപാത്രങ്ങൾ വിജയിക്കുമായിരുന്നുള്ളൂ. ആൾക്കൂട്ടത്തിൽ തനിയയിലെ അനിൽ ഒരു ചെറിയ വേഷമാണ്. ജീവിതത്തിലെ സമ്പത്തും പദവിയുമല്ല വലിയ സൗഭാഗ്യങ്ങളെന്ന് വിശ്വസിക്കുന്ന ഒരാൾ. ആ ഫിലോസഫി എന്നെയും വ്യക്തിപരമായി ആകർഷിച്ചു. കഥകളി രംഗവേദിയിൽ കിരാതനായ ശത്രുവിനെ കൊല്ലുന്ന രംഗത്തിലെ നിഷ്കളങ്കനായ അപ്പുണ്ണിയുടെ ആത്മസംഘർഷങ്ങളും സതയത്തിലെ തൂക്കുകയർ കഴുത്തിലേക്ക് വീഴുമ്പോഴുമുള്ള അന്ത്യരംഗത്തിലെ മാനസിക പിരിമുറുക്കങ്ങളും ഈ അക്ഷരങ്ങൾ തന്നതാണ്. ഒരു ദയവുമില്ലാതെ അഥവാ വല്ലാത്ത ദയയോടെ രണ്ട് പെൺകുട്ടികളെ കാരുണ്യത്തോടെ ഇല്ലാതാക്കിയ സത്യനാഥന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ അതുവരെ കടന്നു പോന്നിട്ടില്ലാത്ത മാനസിക സംഘർഷം ഞാൻ അനുഭവിച്ചു. ക്രൂരത കാരുണ്യമായും ദയ കത്തിമുനയായും സ്നേഹം കൊലയായും മാറുന്ന ജീവിതം. രക്തം പുരണ്ട ക്യാൻവാസിൽ സത്യനാഥൻ എന്ന ചിത്രകാരൻ വരച്ച ഏറ്റവും ഭയാനകമായ ചിത്രം. അതിന്റെ പൂർത്തീകരണം അഭിനേതാവ് എന്ന നിലയിൽ അന്നോളം ഞാൻ കടന്നുപോയ അവസ്ഥകളെയെല്ലാം വെല്ലുവിളിക്കുന്നതായിരുന്നു. കഥയുടെ ഓരോ വഴിത്തിരിവിലും എംടി മൈനുകൾ കുഴിച്ചിട്ടു. അത് പൊട്ടിയത് പക്ഷേ പ്രേക്ഷകന്റെ മനസ്സിലായിരുന്നു. എംടിയുടെ സിനിമയെ ഒരു ജോണറിൽ വേർതിരിച്ചു നിർത്തുക പ്രയാസമാണ്. താഴ്വാരം ഒരു പ്രതികാര സിനിമ മാത്രമാണോ? അതിൽ പ്രണയമില്ലേ? ഉണ്ട്. ഫാന്റസി ഇല്ലേ? ഉണ്ട്. വെബ് സീരീസിനു വേണ്ടി എംടിയുടെ ഓളവും തീരത്തിലും വീണ്ടും അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞു. ചിത്രത്തിന്റെ സെറ്റിൽ അദ്ദേഹം നേരിട്ട് വന്ന് പിറന്നാൾ ആഘോഷിച്ചു. അമൃതംഗമയ ഷൂട്ടിംഗ് സമയത്ത് 2 ദിവസം സംവിധായകൻ ഹരിഹരന് സുഖമില്ലാത്തതിനാൽ എംടിയാണ് സംവിധായകനായി നിർദ്ദേശം നൽകിയത്. അത് മറ്റൊരു ഭാഗ്യം. എംടി സാറിന്റെ തിരക്കഥയിലെ സംഭാഷണ ശൈലി മാറ്റാൻ പറ്റില്ല. നമ്മൾ ആദ്യം പറയുന്ന വാക്ക് അദ്ദേഹം രണ്ടാമത് പറയും. അങ്ങനെ ചില അപൂർവതകൾ. കൊല്ലാൻ അവൻ ശ്രമിക്കും, ചാവാതിരിക്കാൻ ഞാനും എന്ന ഒറ്റ ഡയലോഗിൽ താഴ്വാരം എന്ന സിനിമ മുഴുവനുമുണ്ട്. ചെറിയൊരു മൂളലിനു പോലും മുനയും മുള്ളുമുണ്ട്. വലിയ അർത്ഥതലങ്ങൾ. 2-3 സീൻ കഴിഞ്ഞിട്ടായിരിക്കും ചില സംഭാഷണങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാവുക. അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ ശൈലി മാത്രമാണ് എന്റേത്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് കഥാപാത്രം രൂപപ്പെടുമ്പോൾ തന്നെ എങ്ങനെ സിനിമയിൽ അവതരിപ്പിക്കുമെന്ന ധാരണയുണ്ടാകും എന്നാണ്. അതിനു മുകളിൽ വളരുമ്പോഴാണ് മികച്ച നടനാകുന്നത്. ഞാൻ അവതരിപ്പിച്ച കർണഭാരം സംസ്കൃത നാടകം കാണാൻ എംടി മുംബൈയിൽ വന്നു. ഒപ്പം ONV സാറുമുണ്ടായിരുന്നു. ഒന്നും പറയാതെ ചിരിയിൽ തലോടലിൽ അദ്ദേഹം മറുപടി ഒതുക്കും. കർണഭാരം 2 തവണ കണ്ടിട്ടും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. 2 തവണ കണ്ടിട്ട് ഇഷ്ടമായില്ലേ എന്ന് ദുബായിൽ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ആകാംക്ഷയോടെ ഞാൻ ചോദിച്ചു. സാർ, നാടകം കണ്ടിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് വളരെ ഇഷ്ടമായി എന്നായിരുന്നു മറുപടി. മലയാള മനോരമ ഒരുക്കിയ കഥയാട്ടത്തിൽ എംടിയുടെ ഭീമനായി വളരുമ്പോൾ മനസ്സിൽ നിറഞ്ഞു നിന്നത് കടഞ്ഞെടുത്തതുപോലെ ശില്പഭദ്രമായ എഴുത്തിലെ താമരപ്പൊയ്കകളാണ്. ഇതിഹാസത്തിലെ ഭീമനല്ല എംടി സാറിന്റെ ഭീമൻ. ഗുരുമുഖത്തും ആയുധക്കളരിയിലും പാഞ്ചാലിയുടെ മുന്നിലും രണ്ടാമനാകേണ്ടി വന്ന രണ്ടാം ഊഴക്കാരൻ. കൊടുങ്കാറ്റുകളെ ചങ്ങലക്കിട്ട് നടക്കുന്ന ദേവ. ഇവിടെ ഞാനുണ്ട്. അവിടുത്തെ മകനായ 5 വയസ്സുള്ള ഒരുണ്ണി. സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോഴും മനസ്സിൽ ദുന്ദുഭി മുഴങ്ങുന്നു. രണ്ടാം ഊഴം സിനിമയാകുന്നതിന്റെ ചില സാധ്യതകൾ എംടി സാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നീട് ചില സാങ്കേതിക പ്രശ്നങ്ങളിൽപ്പെട്ട് പ്രോജക്റ്റ് നടക്കാതെ പോയതിനു ശേഷം അക്കാര്യം സംസാരിച്ചിട്ടില്ല. പ്രിയനു വേണ്ടി സാർ ഒരു തിരക്കഥ എഴുതണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഞാനത് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. ചെന്നൈയിൽ പ്രിയനും സാറും തമ്മിൽ കൂടിക്കാഴ്ചയും നടത്തി. അപ്പോഴാണ് പ്രിയന്റെ അച്ഛന് അസുഖമാകുന്നതും മറ്റും. പിന്നെ അത് നടന്നില്ല. പ്രിയൻ ആദ്യമായി വായിച്ച എംടിയുടെ തിരക്കഥ ഓളവും തീരവുമായിരുന്നു. മനോരഥങ്ങൾ എന്ന സീരീസിനു വേണ്ടി അത് വീണ്ടും ചെയ്യാൻ പ്രിയനും കഴിഞ്ഞു. കടങ്ങളൊന്നും ബാക്കിയില്ല. ഫൈറ്റർ ആയിരുന്നു എംടി സാർ. ജീവിതത്തിൽ നിന്ന് തിരികെ വിളിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം തിരിച്ചു വന്നയാൾ. ഒന്നും സംഭവിക്കരുതേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ടല്ലോ. മഹാബലർ കരയാൻ പാടില്ലല്ലോ എന്നെഴുതിയ വിരലുകൾ നിശ്ചലമായി. നമ്മളാരും മഹാബലരല്ലല്ലോ, മനുഷ്യരല്ലേ.